കേരളത്തിൻ്റെ മതസൗഹാർദ്ദം അങ്ങ് അന്താരാഷ്ട്ര വാർത്തകളിൽ വരെ പബ്ലിഷ് ചെയ്തത് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ലോകത്തിൽ ആദ്യമായിട്ട് കേരളത്തിലെ മതസൗഹാർദ്ദം പബ്ലിഷ് ചെയ്ത ഒരു വ്യക്തിയുടെ ഖബർസ്ഥാനിലാണ് ഞാൻ നിൽക്കുന്നത്. ഇബ്നു ബത്തൂത്ത. ചൈന, ഡൽഹി, പിന്നെ കേരളം, കാലിക്കറ്റ് കണ്ടില്ലേ, നമ്മുടെ കോഴിക്കോടാണ് ഇവിടെ മഹാത്മായ ഭയങ്കര പ്രധാനമായിട്ട് എഴുതി വെച്ചിട്ടുള്ള ഒരു സ്ഥലം. Yeah, Xueke. So nice to see you. So happy to meet you in Tangier. Welcome back to China one day. China welcome. ഈസിയാണ് കേട്ടോ, മടിയന്മാർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഭക്ഷണമാണ് ഇത്. ഇസ്ലാം തന്നെയാണ്. ഇസ്ലാമിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കളറാണ് പച്ച കളർ എന്ന് പറയുന്നത്. അത് പാരഡൈസിനെയും പീസിനെയും സർക്കിളായിട്ട് ഇങ്ങനെ അടുക്കി വെക്കുന്ന കാഴ്ചയാണ്. സ്ത്രീകളാണ് പുരുഷന്മാരെയും കാട്ടി മൊറോക്കോയിൽ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഹലോ ഫ്രണ്ട്സ്, ചെക്കന്മാരുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരു ചരിത്ര പ്രാധാന്യമായിട്ടുള്ള, സ്പെഷ്യലി ഹിച്ചക്കിംഗ് നൊമാഡ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ കാണുന്ന നിങ്ങൾക്ക് ഒരു ചരിത്ര പ്രധാനമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇതെന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ കാരണം ഞാനിപ്പോൾ നിൽക്കുന്നത് താഞ്ചീറാണ്. താഞ്ചീർ മൊറോക്കോയിലെ ഉത്തരഭാഗത്തുള്ള ഒരു ടൗണാണ്, ഒരു സിറ്റിയാണ്. അപ്പോൾ താഞ്ചീറിൽ നിന്ന് എല്ലാവർക്കും സ്വാഗതം പറയുവാണ്. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ ഒരു സുഹൃത്തുണ്ട്. ഹായ് ബ്രോ, ഹൗ ആർ യു? ഹലോ, വെൽക്കം ടു മൊറോക്കോ. ശുക്രൻ ഹബീബി. ഇത് നമ്മുടെ അബ്ദു ബ്രോ ഫ്രം താഞ്ചീർ. നൈസ് ടു മീറ്റ് യു. ഇന്നലെ ഞാൻ രാത്രി വന്ന് ഇവിടെയാണ് സ്റ്റേ ചെയ്തത്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ്. നല്ല വിശപ്പുണ്ട്. താഞ്ചീർ പിന്നെ പറയേണ്ട കാര്യമല്ലല്ലോ, ഇബ്നു ബത്തൂത്തയുടെ നാട്. അതായത് ലോകത്തെ ലോകത്തെ ഏറ്റവും മികച്ച സഞ്ചാരി, ഏറ്റവും ബെസ്റ്റ് എക്സ്പ്ലോറർ ഓഫ് ദ വേൾഡ് അണ്ടിൽ നൗ എന്ന് വേണമെങ്കിൽ പറയാം. ആഫ്രിക്കയും ഏഷ്യയും യൂറോപ്പും എല്ലാം കടന്നു കറങ്ങി ഒരു വലിയ മഹത്തായിട്ടുള്ള ഒരു സഞ്ചാരിയാണ് ഇബ്നു ബത്തൂത്ത. നമ്മൾ ഒരു എയർപോർട്ടിൻ്റെയൊക്കെ അടുത്ത് ആയിട്ടാണ് കേട്ടോ നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. ഇത് നമ്മുടെ സിറ്റിയിൽ നിന്ന് പുറമേ ഉള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നടന്നു പോവുകയാണ്. ഇവിടെ രാവിലെ പച്ചക്കറികളൊക്കെ വിൽക്കുന്ന കടകളൊക്കെയാണ് കേട്ടോ. നമ്മളൊരു മാർക്കറ്റ് ഏരിയയിലോട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. താഞ്ചീറിലെ ആദ്യത്തെ മാർക്കറ്റ് കാഴ്ചകളാണ് ഞാനിപ്പോൾ കാണുന്നത്. ചെറിയൊരു മാർക്കറ്റാണ്, മെയിൻ മാർക്കറ്റൊന്നും അല്ല. നമ്മൾ വന്ന കടയുടെ പേര് തന്നെ ക്രമേറി ഇബ്നു ബത്തൂത്ത എന്നാണ്. ഇവിടെ ഇബ്നു ബത്തൂത്ത എയർപോർട്ടുണ്ട്, ഇബ്നു ബത്തൂത്ത മ്യൂസിയം ഉണ്ട്. ഇവിടെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഇത് നമ്മുടെ മുസമ്മിൽ എന്ന് പറയുന്ന ഇവരുടെ ഒരു ഭക്ഷണമാണ് ഈ കാണുന്നത്. അതുകൊണ്ട് ആ മുസമ്മിൽ അവർ എന്തോ ബട്ടറൊക്കെ തേച്ച് അവർ കൊടുക്കുകയാണ്. ബട്ടറല്ല കേട്ടോ, മറ്റേ ഇതാണ് കേട്ടോ, എന്തോ ആട്ടെ. ഇത് നമ്മുടെ ദർജ എന്ന് പറയും. ഇവിടുത്തെ മറ്റൊരു ഭക്ഷണമാണ്. ദർജ വലുത് ഇവിടെ കൊണ്ടുവരും. അത് നമ്മൾ വാങ്ങിച്ച് കഴിക്കാൻ വേണ്ടി പോവാണ്. ഒരു ചെറിയൊരു കടയാണ്, അവർ തൂക്കിയാണ് തോന്നുന്നത്. അസ്സലാമു അലൈക്കും. എന്തൊക്കെ പലതരത്തിലുള്ള സാധനങ്ങൾ പലയിടത്തായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കേട്ടോ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മൾ മറ്റേ സാധനം റെഡിയാവുന്നതുകൊണ്ട് നമ്മൾ ഓൾറെഡി വേറെ മുസമ്മിൽ തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ സംഭവം. ഇങ്ങനെയാണ് ഇവരുണ്ടാക്കുന്നത്. നമ്മളിവിടെ വന്നു ഇരുന്നപ്പോൾ തന്നെ നമുക്ക് ചായ വന്നു ഓട്ടോമാറ്റിക്കായിട്ട്. നമ്മുടെ മിൻറ്റ് ചായയാണ് കേട്ടോ. ഇവിടെ മിൻറ്റ് ചായ അടിപൊളി. ചിയേഴ്സ് ബ്രോ, ചിയേഴ്സ്. കേട്ടോ, ഒരു പീനട്ട് ബട്ടർ പോലത്തെ സാധനം. ഇതാണ് നമ്മുടെ ഹർജ. ഈ ബ്രെഡിനെ ഇവർ മുറിച്ചിട്ട് അതിൻ്റെ അകത്ത് എന്തെങ്കിലും തേച്ച് വയ്ക്കും. നമ്മുടെ ഒരു ഇതിനെന്താ പറയുന്നത്, നമ്മുടെ കൊക്കോ പേസ്റ്റ്, നമ്മുടെ ന്യൂട്ടെല്ല കൊക്കോ പേസ്റ്റ് ആണ് കേട്ടോ. ന്യൂട്ടെല്ല ഒരു ബ്രാൻഡിൻ്റെ പേരാണ്. അപ്പോൾ അതാണ് കൊള്ളാം കേട്ടോ, നല്ല ക്രഞ്ചി. നമ്മൾ ഭക്ഷണം കഴിച്ച് നേരെ വന്ന് കണ്ടത് നമ്മുടെ ഇബ്നു ബത്തൂത്ത സ്റ്റേഡിയമാണ്. ഈ കാണുന്നതാണ് നമ്മുടെ ഇബ്നു ബത്തൂത്തയുടെ പേരിൽ അറിയപ്പെടുന്ന സ്റ്റേഡിയം. ഇവിടെ എല്ലായിടത്തും ഇതുപോലെ കോഫി ഷോപ്പുകൾ കാണും. അതിൻ്റെ ഫ്രണ്ടിൽ ആളുകൾ ഇവിടെ ഇങ്ങനെ ഒരു ചായയും വെച്ചിട്ട് ഇവിടെ ഉള്ള ഇങ്ങനെ വൈഫൈ ഉപയോഗിച്ചിട്ട്, ഓരോ റെസ്റ്റോറൻറ്റുകളിൽ വൈഫൈ കാണും കേട്ടോ, അത് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ചായയും കുടിച്ചുകൊണ്ടിരിക്കും. അതാണ് ഇവരുടെ പ്രധാന പരിപാടി. പിന്നെ ഫുട്ബോൾ ഉണ്ടെങ്കിൽ അകത്ത് നിന്ന് ഫുട്ബോളും കണ്ടുകൊണ്ടിരിക്കും. ഇവിടെ കുറേ ടാക്സികൾ ഇങ്ങനെ വെച്ചിട്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ 50 രൂപ ഒരാൾക്ക്, 50 രൂപ കൊടുക്കുമ്പോൾ ഒരാളെ സിറ്റിയിലാക്കും. അപ്പോൾ നമ്മളിത് നിറയാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. നമ്മളങ്ങനെ ഇനി ഇബ്നു ബത്തൂത്തയുടെ നാട്ടിൽ ഇബ്നു ബത്തൂത്തയുടെ ജനന സ്ഥലത്തോട്ടൊക്കെ പോവുകയാണ്. ഇബ്നു ബത്തൂത്തയുടെ ടോംബ്, ശവകുടീരമൊക്കെ കാണാനൊക്കെ പോവുകയാണ്. ഇവിടെ പൈസ കൊടുത്തിട്ട് വേണം ഇവർ ടാക്സി എടുക്കുന്നത് കേട്ടോ. എല്ലാവരെയും ആദ്യം പൈസ കളക്ട് ചെയ്യും.
നമ്മൾ ടാക്സിക്കാരന് ഒരു 100 രൂപയൊക്കെ കൊടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അങ്ങ് ദൂരമായിട്ട്, ഇത് നമ്മുടെ നഗരപ്രദേശമാണ് കേട്ടോ, അങ്ങ് ദൂരമായിട്ട് ഒരു പള്ളി കാണാൻ സാധിക്കുന്നുണ്ട്. ആ കാണുന്ന പള്ളിയിലെ അത് സിറിയൻ മോസ്ക് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുമ്പോൾ മുമ്പ് ഭാഗങ്ങളിൽ സിറിയയിൽ നിന്ന് പണക്കാരായിട്ടുള്ള പല ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നു താമസിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അവർ പണിത ഒരു പള്ളിയാണ്, അതുകൊണ്ടാണ് സിറിയൻ മോസ്ക് എന്ന് പറയുന്നത്. മാത്രമല്ല, അത് നിങ്ങൾ ശ്രദ്ധിച്ചോ, സാധാരണ ഇവിടെയുള്ള മൊറോക്കൻ മോസ്കുകളിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ടാണ് അതിൻ്റെ മിനാരം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ മൊറോക്കോയ്ക്കും ഫുട്ബോളിനും മൊറോക്കോയിൽ ഫുട്ബോളിന് വലിയൊരു സ്വാധീനമുണ്ട്. അതാണ് നമുക്കിവിടെ ഒരു പാർക്കിൽ പോലും താണ്ടെ കുട്ടികൾ നിന്ന് ഫുട്ബോൾ കളിക്കുകയാണ് കേട്ടോ. ഈ കാണുന്ന ഭാഗത്താണ് നമ്മുടെ അറ്റ്ലാന്റിക് കടപ്പുറം കിടക്കുന്നത്. ഈ ഒരു താഞ്ചിർ നഗരത്തിന് പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇവിടെ അറ്റ്ലാന്റിക് സമുദ്രവും ഉണ്ട്, നമ്മുടെ മെഡിറ്ററേനിയൻ സമുദ്രമുണ്ട്. കുറച്ചും കൂടെ ഈസ്റ്റ് പോയാൽ നമുക്ക് മെഡിറ്ററേനിയൻ സമുദ്രം എത്തും. ഇതെന്ന് പറയുമ്പോൾ ഈ ഒരു ഭാഗത്ത് വരുന്നത് നമ്മുടെ അറ്റ്ലാന്റിക് സമുദ്ര തീരമാണ്. നമ്മുടെ ഇബ്നു ബത്തൂത്തയുടെ പേരിൽ അറിയപ്പെടുന്ന ഒരു കൊമേഴ്ഷ്യൽ മാളാണ്, കൊമേഴ്ഷ്യൽ സെൻ്ററാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത്. ഇതാണ് നമ്മുടെ ഇബ്നു ബത്തൂത്തയുടെ മാള്. നമുക്ക് ഇബ്നു ബത്തൂത്തയുടെ മാള് അങ്ങ് UAE കാണാൻ കഴിയും, പക്ഷേ അതിൻ്റെ അത്ര വലിപ്പം പോലും ഇല്ല. ഇത് ഇബ്നു ബത്തൂത്ത എന്നുള്ള ഒരു പേരിൽ അറിയപ്പെടുന്ന ഒരു മാളാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ പോലെ തന്നെ ഇവിടെയുള്ള സ്ത്രീകൾക്കും സ്വർണത്തിൻ്റെ ഒരു ഇതുണ്ട് കേട്ടോ, സ്വർണത്തിനോട് കമ്പം ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ഒരു ഗോൾഡ് ജ്വല്ലറിയാണ് കേട്ടോ, പലതരത്തിലുള്ള മോഡലിലുള്ള ഒരു സ്വർണ്ണക്കടയാണ്. നമ്മളിപ്പോൾ അറ്റ്ലാന്റിക് സമുദ്ര തീരത്തോട്ട് എത്തിയിട്ടുണ്ട് അവസാനം. ഈ കാണുന്നതിൻ്റെ അടിയിലെല്ലാം ഇവിടെ പാർക്കിംഗ് ആണ് കേട്ടോ, പാർക്കിങ്ങിനായിട്ട് ഇവർ മാറ്റി വെച്ചിരിക്കുകയാണ്. അങ്ങ് ദൂരമായിട്ട് കാണുന്നത് നമ്മുടെ താഞ്ചീറിൻ്റെ തന്നെ മറ്റൊരു ഭാഗമാണ്, അത് അവിടെ ആയിട്ട് കാണുന്നത്. ആ ഒരു ഭാഗത്ത് അവിടെ നമുക്ക് കുറേ കാടുകളൊക്കെ കാണാൻ സാധിക്കുന്നില്ലേ, അതായത് കുറേ മലയിൽ ഇങ്ങനെ കാടുകൾ കാണാൻ സാധിക്കുന്നില്ലേ, അവിടെയൊക്കെ ധാരാളം ഇങ്ങനെ ഇല്ലീഗലായിട്ട് റെഫ്യൂജി ആയിട്ട് യൂറോപ്പിലോട്ട് പോകാൻ വരുന്ന ആൾക്കാർ പല ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും അവർ മൊറോക്കോ എന്ന് കടലൊക്കെ നീന്തിക്കടന്ന് എങ്ങനെയെങ്കിലും യൂറോപ്പിലെത്താൻ ശ്രമിക്കുന്നവരാണ്. അവരൊക്കെ ഇവിടെ പോലീസിനെ ഹൈഡ് ചെയ്ത് അവർ അതുപോലുള്ള കാടുകളിലാണ് ടെൻറ്റൊക്കെ അടിച്ച് കഴിയുന്നത് കേട്ടോ. അവിടെ എനിക്ക് പോകണമെന്നുണ്ട്. അവർ ഒളിച്ചൊക്കെയാണ് ഈ ടെൻറ്റൊക്കെ അടിച്ച് ഏതെങ്കിലും കാട്ടിൻ്റെ അകത്തൊക്കെ നിൽക്കുന്നത്. അവിടെ അവരെ പോയി കണ്ടുപിടിക്കണമെന്നുള്ള എൻ്റെ ഒരു വലിയൊരു പ്ലാനാണ്. പക്ഷെ അറിയില്ല കേട്ടോ എത്രത്തോളം പോസിബിൾ ആണെന്ന്. അതിൻ്റെ ഒരു സിനിമ ആണെങ്കിൽ ഒരു സിനിമയൊക്കെ ഉണ്ട് കേട്ടോ, അങ്ങനെ ഒരു കഥ ഉള്ള ADU എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ട്, അത് നിങ്ങൾ കണ്ടുനോക്കുക. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും. നമ്മൾ പിന്നീട് കടന്നു വന്നത് നമ്മുടെ ഇവിടുത്തെ തഞ്ചീറിൻ്റെ മറീന ബേയിലാണ്, ഇൻ്റർനാഷണൽ മറീന ബേയിലോട്ടാണ് നമ്മൾ വന്നത്. ഇവിടെ ആ ഒരു ഭാഗത്തായിട്ട് ധാരാളം യോട്ടുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. തണുപ്പ് അധികം ഇല്ലാത്തത് കൊണ്ട് തന്നെ പല ആളുകളും കടലിൽ കുളിക്കുന്നുണ്ട്. അവിടെ നിന്ന് ഫുട്ബോൾ കളിക്കുന്നുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ താഞ്ചീറിലെ പ്രധാനമായിട്ടുള്ള കടൽ. ഹായ് ബ്രോ. Welcome to Morocco. Thank you. You want to say something else? Marina Bay. Marina Bay. So it is near to the Spain. Okay. So you take just a few meters, you will see the mountain of Spain. It is very near. So, okay. സ്പെയിൻ ആക്ച്വലി ഇവിടെ നിന്ന് വളരെ അടുത്താണ് കേട്ടോ നമ്മുടെ സ്പെയിന് നമുക്ക് ഇവിടെ നിന്ന് നേരെ പോയാൽ നമ്മുടെ സ്പെയിനാണ് എത്തുന്നത്. അവിടെ ഒരാൾ നിന്ന് എക്സസൈസ് ചെയ്യുവാണ്, പുള്ളിക്കാരൻ്റെ എല്ല് കാണാൻ കേട്ടോ. ഇതാ നോക്കിക്കേ, പുള്ളിക്കാരൻ്റെ എല്ലാണെന്ന് തോന്നി ഈ കാണുന്നത്. പുള്ളിക്കാരൻ പല വിധത്തിലുള്ള അഭ്യാസം ചെയ്യുവാണ്. ഇതിനിടയിൽ കുറേ നേരം ഇന്ന് ചുമയ്ക്കുവാണ് കേട്ടോ. പുള്ളിക്കാരന് ആരോഗ്യപരമായിട്ട് ഭയങ്കര അവിടെ നിന്ന് ചുമയ്ക്കുവാണ് പാവം. നമ്മുടെ ഈ മറീന ബേയുടെ അടുത്തായിട്ട് തന്നെ ഇതുപോലെ ധാരാളം നിരവധി റെസ്റ്റോറൻറ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. അത്യാവശ്യം കുറച്ച് കൂടുതൽ ആഡംബരവും വില കൂടിയ കടകളൊക്കെ ആണെന്ന് തോന്നുന്നു. ഇതിനിടയിൽ നമ്മൾ ചൈനയിൽ നിന്നുള്ള ഒരു സഞ്ചാരിയെ കണ്ടുകൂട്ടി. ഞാനൊരു ഹായ് പറഞ്ഞ് വോഷുഹാൻ ചോങ്കോ ഐ ലവ് ചൈന എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറേ നേരമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ ഇബ്നു ബത്തൂത്തയുടെ ഒരു വലിയൊരു ലോങ് ഹിസ്റ്ററി എനിക്കറിയാമെന്നുള്ള എല്ലാം പുള്ളിക്കാരിക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുക. അങ്ങ് ദൂരെയായിട്ട് നമ്മുടെ ഫ്രാൻസിൻ്റെ പതാക നമുക്ക് കാണാൻ സാധിക്കും. ഫ്രാൻസിൽ നിന്നുള്ള ഒരു യോട്ടാണ് കേട്ടോ. യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും സ്പെഷ്യലി നമ്മുടെ സ്പെയിനിൽ നിന്നൊക്കെ പല ആളുകളും ഈ ഒരു മറീനയിൽ വരാറുണ്ട് അവരുടെ യോട്ടുകളൊക്കെ കൊണ്ട്. എന്നിട്ട് അവർ ലോകം ചുറ്റാൻ വരുമ്പോൾ അവരുടെ വൺ ഓഫ് ദ സ്റ്റോപ്പ് കൂടിയാണിത്. ഞാൻ നമ്മുടെ ചൈനക്കാരിയെ പരിചയപ്പെടുത്തി തരാം. ഇതാണ്. ഹലോ. Sorry, what's your name? No, what's your name? Oh, my name is Coco. Okay. Sorry. You can keep it in the hand, you know. It's fine. Okay. What should I say?
What's your name? My name is Keke Xueke. I'm from Beijing. Coco, what's your Chinese name? My name is Xueke. Chinese name is Xueke. Xueke. Yeah, Xueke. So Xueke. nice to see you. So happy to meet you in Tangier. Welcome back to China one day. China welcome. Wushuan Chongo. Oh, yeah. Zhongguo always welcome to you. Come to Hindi. Yeah, one day I will. Yeah. Yeah, I would love to visit India. Totally different culture, very old culture, amazing country. I will visit one day. Yeah, Yeah. hopefully. Yeah. 谢谢. 谢谢 Thank you. Okay. Okay. This will be there for memory, you can check anytime in YouTube. Yeah. 谢谢 is like thank you. Yeah, 谢谢 Thank you. Thank you. In Yeah, Chinese. yeah, Chinese. 谢谢. It's 谢谢. very simple pronounce. 谢谢. 谢谢. Yeah. How does it use അങ്ങനെ പുള്ളിക്കാരിയുടെ അടുത്ത് കുറേ നേരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല തണുപ്പുണ്ട് കേട്ടോ, അടിപൊളി. കണ്ടില്ലേ, ഇത് നമ്മുടെ ഈ കാണുന്ന ഭാഗം ആക്ച്വലി നമ്മുടെ അന്റാർട്ടിക് ഭാഗമാണ്. അന്റാർട്ടിക് എന്ന് അറ്റ്ലാന്റിക് ഭാഗമാണ്. അവിടെ നിന്ന് ഇതുകൊണ്ട് ഒരു വലിയ കപ്പലൊക്കെ വരുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അവിടെ നിന്ന് കുറച്ചും കൂടെ അപ്പുറത്ത് നേരെ നമുക്ക് പോയാൽ നമുക്ക് അവിടെ നിന്നാണ് കേട്ടോ മൊറോക്കോ. അതുകൊണ്ട് അങ്ങ് ദൂരമായിട്ട് മലനിരകൾ കാണാൻ സാധിക്കുന്നില്ലേ? എവിടെയാ മല എവിടെ പോയി? അവിടെ ഒരു മലനിരകൾ കാണാൻ സാധിക്കുന്നില്ലേ? എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് നമ്മുടെ സ്പെയിനാണ് കേട്ടോ, അതാണ് നമ്മുടെ യൂറോപ്പ. നമ്മളിവിടുത്തെ മറീന ബേയിലോട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ഇവരുടെ യോട്ടുകളൊക്കെ സ്റ്റോപ്പ് ചെയ്യുന്ന സ്ഥലത്തോട്ട് നമ്മൾ വന്നിട്ടുണ്ട്. ഇവിടെ ധാരാളം യോട്ടുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ ഒരു ഉരുവൊക്കെ കിടക്കുന്നുണ്ട്. ഇതിൻ്റെ അടുത്തായിട്ട് ഇതുപോലുള്ള റെസ്റ്റോറൻറ്റുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മുടെ ദുബായിൽ ഇതിൻ്റെ അടിപൊളി ഇതിനെക്കാട്ടി അപ്പുറമായിട്ടുള്ള ഒരു യോട്ട് ക്ലബ്ബും ഒരു ബേ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ അവിടെ പോയിട്ടുണ്ട്. അങ്ങായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് ഇത് ഓഷ്യാനിയൻ ഭൂഖണ്ഡത്തിൽ നിന്നുള്ള ഏതൊരു യോട്ടാണ്. അങ്ങ് ഒരു ചെറിയ യോട്ട്, അത് ഫിൻലാൻഡാണെന്ന് തോന്നുന്നു കേട്ടോ. ആ കാണുന്ന ഒരു ഫിൻലാൻഡ്. അങ്ങ് ദൂരെ വേറൊരു സ്വീഡൻ്റെ ഫ്ലാഗ് കാണാം. അത് സ്വീഡൻ അല്ലേ? യെസ്, സ്വീഡനോ ഡെൻമാർക്കാണ്. സ്വീഡൻ തന്നെയാണ് കേട്ടോ. അങ്ങനെ കുറേ യോട്ടുകൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അങ്ങ് പുറകിലായിട്ടാണ് നമ്മുടെ ഓൾഡ് സിറ്റി, പഴയ നഗരം. തുർക്കിക്ക് സമാനമായിട്ട് ഇവിടെ പൂച്ചകളെല്ലാം സാധിക്കും. മരം കയറുന്ന പൂച്ച വരെ ഉണ്ട് കേട്ടോ. മരം കയറി പോ കയറി. അവ എന്തിനെ ഓട്ടിച്ച് പിടിക്കാൻ വേണ്ടി കയറിയതാണ് കേട്ടോ അങ്ങോട്ട്. ഹലോ, വാ. ഹലോ. നമ്മൾ അവിടെ നിന്ന് ഇനി ഓൾഡ് സിറ്റിയിലോട്ട് പോവുകയാണ്. അപ്പോഴാണ് നമ്മുടെ ഇവിടെ മാർക്കോ പോളോ പ്രസിദ്ധമായിട്ടുള്ള മറ്റൊരു യൂറോപ്യൻ സഞ്ചാരിയാണ് മാർക്കോ പോളോ. അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഒരു റെസ്റ്റോറൻ്റാണ്. നമ്മൾ താഞ്ചീറിൻ്റെ ഓൾഡ് സിറ്റിയുടെ ഭാഗത്തോട്ട് നമ്മൾ പയ്യെ കടന്നു പോവുകയാണ്. ഈ കാണുന്നതെല്ലാം നമ്മുടെ കോർണിഷിൻ്റെ ഭാഗത്തുള്ള സ്ഥലങ്ങളാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ ഞാൻ കൂടുതൽ വേറൊരു സംഭവം, സ്ത്രീകൾ കണ്ടില്ലേ, പെൺകുട്ടികളാണ് കേട്ടോ ഇവിടെ കൂടുതൽ കാണാൻ സാധിക്കുന്നത്. ഇൻ മൊറോക്കോ there are more girls than boys, right? Yes, exactly. Yeah, Morocco will actually especially girls, they are beautiful. Okay. So No, I mean number of they are more, right? yes, they are more. They are more, that's what I mean. Exactly. Yeah, അതായത് ആക്ച്വലി സ്ത്രീകളാണ് പുരുഷന്മാരെയും കാട്ടി മൊറോക്കോയിൽ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ എവിടെ നോക്കിയാലും പെൺകുട്ടികളാണ് കേട്ടോ, സ്ത്രീകളെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. Want to say something? Also, in Morocco, you find a lot of cultures. For example, if you go to the western of the Morocco, it is different than the north of the Morocco. Yeah, it's true. There's a lot of. ഫോൺ വീണേനാ കുഴപ്പമില്ല, പറഞ്ഞോളൂ. So there is a lot of tongues. There's a lot of cultures. But the same religion is Islam. Okay. And there is also some Jewish Moroccans. Yes, exactly, Jewish religion. But we respect everybody here. They are everybody here from every country, from every religion. They are living together in the same country. Okay. We don't have any problem. We live in peace. So come to Morocco because Morocco is a very beautiful country. Moroccan promoter ആണ് കേട്ടോ. I am here. If anyone want to come to me, I can cook for you Moroccan food. Okay. Moroccan tagine and tangia. Welcome Indian people. Welcome all Asian people. All around the world, Also yeah. the followers of Mahin, yeah. ഇവിടെ കണ്ടില്ലേ യൂറോപ്യൻ ബൈക്കേഴ്സൊക്കെ വന്ന കാഴ്ചയാണ്. അതായത് ഇവിടെ അതെ പുള്ളി പറഞ്ഞ പോലെ നമ്മുടെ മൊറോക്കൻ ജ്യൂസ് ഉണ്ട്. അത് 1% താഴെ മാത്രമാണ്.
Maghrib, Maghrib. Yes, Maghrib good. Number 1. Okay. പുള്ളിക്കാരൻ പറഞ്ഞ മഗ്രിബ് നമ്പർ 1 എന്നാണ്. മഗ്രിബ് എന്നാണ് ഇവർ പറയുന്നത്. മൊറോക്കോ എന്ന് പറയുന്നതിന് പകരമായിട്ട് മഗ്രിബ് എന്നാണ് പറയുന്നത്. Like our country. Yeah. We like our country very well. We like our king. You like your king? Yes. അവർക്ക് രാജാവിനോടും അവരുടെ നാടിനോടൊക്കെ ഭയങ്കര സ്നേഹമുണ്ട്. And we like our culture, our religion. അവരുടെ I told you, everybody here from any culture, from any country, we are living together in peace. We love each other. Okay. Come to Morocco. It's very, very beautiful. അവർ സമാധാനപരമായിട്ട് എല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജ്യൂസ് വളരെ കുറവാണ്. എല്ലാവരും ഇസ്രായേലിലോട്ടൊക്കെ പോയി. ഇപ്പോൾ എനിക്കറിയില്ല ഇവിടെ എത്ര ജ്യൂസ് ഉണ്ടെന്ന്. ഇവിടെ പലയിടത്തും സിനഗോഗ് ഉണ്ട്, പക്ഷേ സിനഗോഗൊന്നും ഓപ്പൺ അല്ല. കാരണം സിനഗോഗിൽ അങ്ങനെ അധികം ആളുകളൊന്നുമില്ല. 10 പേര് മിനിമം വേണം അവർക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടി. പിന്നെ സിനഗോഗിൽ പോയാൽ കയറ്റണമെന്നുമില്ല ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങൾ കാരണം. പിന്നെ ഇവിടെ കൂടുതലും 99% പേരും മുസ്ലിംസാണ്. നമ്മുടെ ഓൾഡ് ടൗണിൻ്റെ ഭാഗത്തോട്ട് നമ്മൾ വന്നിട്ടുണ്ട്. ഇവിടെ ഓൾഡ് ടൗണെല്ലാം അവർ വെള്ള കളർ പെയിൻ്റ് അടിച്ച് മനോഹരമാക്കി വെച്ചിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ വെള്ളയും പച്ചയും ഇവിടുത്തെ ഒരു കോമ്പിനേഷനാണെന്ന് തോന്നുന്നു. ആ കാണുന്നത് പള്ളിയാണോ? പള്ളി ആയതുകൊണ്ടാണോ പച്ചയൊന്നും എനിക്കറിയില്ല. ഇവിടെ ധാരാളം റെസ്റ്റോറൻറ്റുകളും എന്താ പറയുക ഓരോ സ്ഥലങ്ങളൊക്കെ ഷോപ്പിംഗ് കടകളൊക്കെ ആക്കി മാറ്റി വെച്ചിരിക്കുന്ന കാഴ്ചയാണ്. അതോടൊപ്പം തന്നെ ഇതുപോലുള്ള പഴയ ബിൽഡിങ്ങൊക്കെ അവർ ഹോട്ടലൊക്കെ ആക്കി മാറ്റി വെച്ചിരിക്കുന്ന കാഴ്ചയാണ് കേട്ടോ. ധാരാളം ടൂറിസ്റ്റുകൾ വരുന്ന ഒരു പ്രധാന ഡെസ്റ്റിനേഷൻ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ വൃത്തിയായിട്ട് പരിപാലിക്കുന്നതും മൊറോക്കോയിലെ ഈ ടാഞ്ചിർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെയാണ്. ഞാൻ വിചാരിച്ചതിന് ഉപരിയായിട്ട് ടൂറിസ്റ്റുകളുണ്ടെന്ന് തോന്നുന്നു. ഇത് മറ്റൊരു കവാടമാണ് ഈ ഒരു നഗരത്തിലോട്ട് കയറാനായിട്ടുള്ള. കണ്ടില്ല, ഇവിടെ എല്ലാം ഇതുപോലുള്ള കടകളാണ് ടൂറിസ്റ്റിന് വേണ്ടിയുള്ള സുവനീസ്, ബാഗ്. പിന്നെ മൊറോക്കൻ ലെതർ ആക്ച്വലി കുറച്ച് പ്രസിദ്ധമാണ്. അതുകൊണ്ട് തന്നെ ലെതർ ഷോപ്പുകളൊക്കെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു നഗരം സ്ഥിതി ചെയ്യുന്നത് ആക്ച്വലി ഒരു കോട്ടയ്ക്കുള്ളിലാണ്. അന്നത്തെ ശത്രുക്കളെ എന്താ പറയുക നിയന്ത്രിക്കാൻ വേണ്ടിയും അവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയൊക്കെ പീരങ്കികൾ, ചെറിയതാണ്ട് ഇതുപോലത്തെ പീരങ്കികൾ ഈ കോട്ടയ്ക്കുള്ളിലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ കാണുന്നത് ഇവിടുത്തെ താഞ്ചറിലെ പ്രധാനമായിട്ടുള്ള ഒരു മോസ്കാണ്. ഈ ഒരു മോസ്ക് ഞാൻ പല വീഡിയോയിൽ സൂചിപ്പിച്ച പോലെ ഇവിടെ എല്ലാം ടോൾ, അതായത് പൊക്കം കൂടിയ മിനാരത്തുകളുണ്ട്. ഈ ഒരു മിനാരത്തിൻ്റെ പൊക്കം കൂടിയതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുമ്പോൾ അതായത് ഈ മൊറോക്കോ എന്ന് പറയുന്ന രാജ്യം കിടക്കുന്നത് നമ്മുടെ ഡെസേർട്ടിലാണ്. അപ്പോൾ ഡെസേർട്ടിലായതുകൊണ്ട് തന്നെ പണ്ടത്തെ സഞ്ചാരികൾക്കും പോകുന്ന ആളുകൾക്കൊക്കെ ഉയരം കൂടിയ മിനാരത്ത് കാണുമ്പോൾ അവർക്ക് ഏത് ദൂരം എന്നും മനസ്സിലാവും. അത് ഒന്നാമത്തെ ഒരു ഇതാണ്. പിന്നെ ഒരു പവർ കാണിക്കാൻ വേണ്ടി അവർ ടോളായിട്ടുള്ള ഒരു മിനാരത്ത് പണിയുന്നുണ്ട്. പിന്നെ അൽമഹോദ് ബാങ്ക് വിളിപ്പിച്ചപ്പോൾ തന്നെ പുള്ളിക്കാരൻ കടപൂട്ടി പള്ളിയിലോട്ട് പോവാണ്. അതെ, ഞാൻ പറഞ്ഞത് 12-ാം നൂറ്റാണ്ടിൽ മൊറോക്കോ എന്ന് പറയുന്ന രാജ്യമൊക്കെ ഭരിച്ചിരുന്നത് അൽമൊഹദ് എന്ന് പറയുന്ന ഒരു ഡൈനാസ്റ്റിയാണ്. അവരുടെ ഒരു പ്രത്യേകതയും കൂടിയാണ് ഇങ്ങനെ ഉയരം കൂടിയ ഇത്. അപ്പോൾ അതാണ്. പിന്നെ ഇവിടെ നമുക്ക് ഈ പള്ളിയുടെ മുകളിൽ ചൈനീസ് റൂഫ് പോലെ നമുക്ക് ഓടിട്ട ഇത് കാണും. അത് സ്പെഷ്യലി എല്ലാ പള്ളികളിലും പച്ചക്കളർ പെയിൻറ്റ്. പച്ചക്കളറിൻ്റെ പ്രധാന കാരണം ഇസ്ലാം തന്നെയാണ്. ഇസ്ലാമിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കളറാണ് പച്ചക്കളർ എന്ന് പറയുന്നത്. അത് പാരഡൈസിനെയും പീസിനെയാണ് അവർ പ്രാതിദാനം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കും. പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ കർവ് സംഭവം എന്ന് പറയുമ്പോൾ ചൂട് കാലഘട്ടത്തിൽ ഇങ്ങനെ വെള്ളം വീണ് അത് കൂൾ ചെയ്യാൻ അത് ഉപകരിക്കും. നമുക്കിവിടെ ഒരു കടയിൽ ഇവിടെ നമ്മുടെ പലസ്തീൻ്റെ ഫ്ലാഗൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ കണ്ടില്ലേ, എല്ലാ കടയിലും നമ്മുടെ പലസ്തീൻ്റെ പതാക കാണാനായിട്ട് സാധിക്കും. മൊറോക്കൻ ആളുകൾ, അതായത് ഒരു ഭൂരിപക്ഷം ആളുകളും വലിയ രീതിയിൽ പലസ്തീനെ പിന്തുണയ്ക്കുന്നത് നമ്മൾ ലോകമാധ്യമങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഓൾറെഡി തന്നെ നമ്മൾ മുന്നോട്ട് നീങ്ങുവാണ്. എൻ്റെ അമ്മോ, ടൂറിസ്റ്റുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുവാണ്. ഫുള്ള് യൂറോപ്യൻ ടൂറിസ്റ്റാണ്.
ഇതുപോലെ ഫുള്ള് കഫേകളാണ്. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ പല ആളുകളും റോഡിലൊക്കെ നിന്ന് അവർ ഡെസേർട്ട് പല കാര്യങ്ങളൊക്കെ വിൽക്കുന്ന സംഭവങ്ങൾ കാണാൻ സാധിക്കും. ഈ കാണുന്നത് ഇത് നമ്മുടെ ആണുങ്ങൾക്കുള്ള കുപ്പായം, ഇവർ ജലാവ എന്നൊക്കെ പറയും. ഇത് വിൻ്ററിന് ഉപയോഗിക്കുന്നതാണ്. ഇത് മലനിരകളിലൊക്കെ ഉള്ള സ്ത്രീകൾ ഉപയോഗിക്കുന്ന ഡ്രസ്സാണ്. അവർ അങ്ങനെ അധികം മറക്കില്ല എന്ന് തോന്നുന്നു, അറിയില്ല കേട്ടോ. ഇവിടെ ധാരാളം ആളുകൾ ഭിക്ഷ യാചിക്കുന്നുണ്ട്, കുറേ പേര്. ഞാൻ ഇവിടെ ഇങ്ങനെ ഇരുന്ന് വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം തന്നെ ഞാൻ കണ്ട കാഴ്ചയാണ് ധാരാളം സ്ത്രീകൾ, പുരുഷന്മാർ ഭിക്ഷ പലയിടത്തും യാചിക്കുന്നുണ്ട്, സ്പെഷ്യലി ഈ ടൂറിസ്റ്റിൻ്റെ അടുത്തു നിന്നൊക്കെ. ഇവിടെ നമ്മൾ നേരെ വന്നിരിക്കുന്നത് ഒരു മാർക്കറ്റിൻ്റെ ഗേറ്റിലോട്ടാണ്. ഇവിടെയുള്ള സാധാരണമായിട്ടുള്ള നമ്മുടെ വെളുത്തുള്ളി, അങ്ങനത്തെ പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങളൊക്കെ വിൽക്കുന്ന ഒരു മാർക്കറ്റ് ഏരിയ ആണ്. ഇവിടെ കൂടുതൽ സ്ത്രീകളാണ് കേട്ടോ ഇതൊക്കെ ഇട്ട് വിൽക്കുന്നത്. ഇവിടെ നമ്മുടെ മുട്ട, കോഴിമുട്ട, ഇവിടെ വെളുത്തുള്ളി, ഇതാണ്ട് ചിക്കൻ സംഭവങ്ങളൊക്കെയാണ്. അസ്സലാമു അലൈക്കും. ഇതാ കുക്കുംബർ, നമ്മുടെ സ്വീറ്റ് പൊട്ടാറ്റോ. ഇത് സാധാരണ പൊട്ടാറ്റോ ആണ്, പക്ഷെ നമ്മൾക്ക് ഇത് തോന്നുമ്പോൾ സ്വീറ്റ് പൊട്ടാറ്റോ എന്നാണ് തോന്നുന്നത്, പക്ഷെ സാധാരണ പൊട്ടാറ്റോ. യെസ്, ഇന്ത്യ. You live in India? Yeah, I live in India. Not here? Not in Europe? No. Ah. India. You look for a good Moroccan restaurant? Sorry? You look for a good Moroccan restaurant? No. Shukran. La. Shukran. Have a good day. Thank you. ഇവിടെ നമ്മുടെ സൈത്തൂൺ കായകൾ വിൽക്കുന്ന ഒരു കടയാണ് കേട്ടോ. നല്ല മണമുണ്ട്. നമ്മുടെ സൈത്തൂനാണ് ഈ കാണുന്നതെല്ലാം. ഇങ്ങനെ നീണ്ട് നിവർന്ന് കിടക്കുവാണ് കേട്ടോ നമ്മുടെ ഒരു ലോക്കൽ മാർക്കറ്റ്. പല ആളുകളും നീ ഇന്ത്യക്കാരനല്ലേ എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട്. എല്ലാവരും ടൂറിസ്റ്റിന് വേണ്ടിയാണ് കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഏറ്റവും നല്ല റെസ്റ്റോറൻറ്റ് വേണോ, എന്തൊക്കെ വേണമെന്ന് പറഞ്ഞ് ടൂറിസത്തിന് വേണ്ടിയാണ് കേട്ടോ പല ആളുകളും വരുന്നത്. അതാണ്ട് താഴോട്ട് വേറൊരു വഴി ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്നുണ്ട്. മറ്റൊരു ഭാഗം ഈ ഒരു ഭാഗത്ത് വേറൊരു വഴി. ഈ ഒരു നമ്മുടെ സിറ്റി സെൻറ്ററിൽ നിന്ന് നമ്മുടെ മാർക്കറ്റിലോട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ടുള്ളൊരു ഗേറ്റാണ്. ഈ ഗേറ്റിൻ്റെ പേരാണ് ബാബൽ ഫൗസ് എന്ന് പറയുന്നത്. ഈ കാണുന്ന ബിൽഡിങ്ങുകളും അതിൽ തൂക്കിയിട്ടേക്കുന്ന നിലവിളക്കുകളൊക്കെ കാണാൻ മനോഹരം കേട്ടോ. ഇവരുടെ ആളുകളുടെ തൊപ്പി ഉണ്ടില്ലേ, വ്യത്യസ്തമായിട്ടുള്ള ഒരു തൊപ്പി. അടിപൊളി കേട്ടോ. ഇങ്ങോട്ട് നമ്മൾ കൂടുതലായിട്ട് വന്നപ്പോൾ ഇത് സാധാരണ മാർക്കറ്റാണ്. ഇവിടുത്തെ നിത്യോപകരണ സാധനങ്ങൾ, വീട്ടിലെ സംഭവങ്ങൾ, ഡ്രസ്സ്, അത് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വിൽക്കുന്ന ഇതൊക്കെയാണ്. ഈ കാണുന്നതാണ് നമ്മുടെ ഓൾഡ് സിറ്റി. ഇങ്ങനെ പരന്നിങ്ങനെ കിടക്കുന്ന ഒരു ഏരിയ ആണ്. ഇവിടെ കണ്ടില്ലേ, ഇതുപോലുള്ള കോഫി ഷോപ്പുകളിൽ ആളുകൾ ഫുട്ബോൾ കളിക്കാൻ വന്നിരിക്കുന്ന, ചായ കുടിക്കുന്ന സംഭവം നമുക്ക് വളരെ കൂടുതലായിട്ട് കാണാൻ സാധിക്കും. മാത്രമല്ല ഇതാണ്ട് ഇവിടെ ബാഴ്സലോണ, അതിൻ്റെ കുറേ ചിത്രങ്ങളൊക്കെയാണ്. നമ്മൾ നമ്മുടെ ഇബ്നു ബത്തൂത്ത ടോംബിലോട്ട് നടന്നു പോവുകയാണ്. ഈ കാണുന്നതൊക്കെ ഓറഞ്ച് കായ്കളുള്ള മരങ്ങളാണ്. ഇങ്ങനെ വഴികളിൽ മുഴുവനായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മളിപ്പം മുന്നിൽ നിൽക്കുന്നത് റിയാദ് എന്ന് പറയുന്നത്, റിയാദ് മൊക്തർ എന്ന് പറയുമ്പോൾ അങ്ങ് ദൂരെ കാണുന്ന ആ ഒരു ബിൽഡിംഗ് ആണ് കേട്ടോ ഇവരുടെ റിയാദ് എന്ന് പറയുന്നത്. മൊറോക്കോയിൽ പരമ്പരാഗതമായിട്ടുള്ള പരമ്പരാഗതമായിട്ട് ഇങ്ങനെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു വീട് അത് ഹോട്ടലാക്കി ഇവർ കൊടുക്കും. അതിനെ പറയുന്ന റിയാദ് എന്നാണ്. റിയാദ് എന്ന് പറഞ്ഞാൽ ഹോട്ടലാണെന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു കേട്ടോ, കാരണം ആ വാക്ക് ഞാൻ കേട്ടിട്ടില്ല സംഭവം. നമ്മളിനി മുകളിലോട്ട് പോവാണ്. അവിടെ ഇബ്നു ബത്തൂത്ത മ്യൂസിയം ഉണ്ട്, പക്ഷേ അതിന് 400 രൂപ അടുപ്പിച്ച് ടിക്കറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിലോട്ട് പോകുന്നില്ല. ഓൾറെഡി അതിൻ്റെ ഹിസ്റ്ററിയൊക്കെ എനിക്കറിയാം. പിന്നെ ആ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ഇബ്നു ബത്തൂത്തയുടെ ടോംബ്. ഒരു പുള്ളിക്കാരൻ്റെ കോഫി ഷോപ്പ് കാണാൻ സാധിച്ചു. പുള്ളിക്കാരൻ്റെ കോഫി ഷോപ്പ് ഇവർ തയ്യൽ മെഷീൻ കൊണ്ടാണ് കേട്ടോ ഇരിപ്പിടം എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇരിപ്പിടമല്ല, കോഫി കുടിക്കാനുള്ള ടേബിൾ. ഇതാ ഈ കാണുന്നത് തയ്യൽ മെഷീനാണ്. ഈ കാണുന്നതെല്ലാം തയ്യൽ മെഷീനാണ് കേട്ടോ. വാവ്. So customer can do tailoring also. Not taking the pants off. പാൻറ് ഊരാതെ തന്നെ അവർക്ക് വേണമെങ്കിൽ തയ്ക്കാം കേട്ടോ. കൊള്ളാം കേട്ടോ. And come inside. പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് ഇങ്ങനെ കൊണ്ട് കാണിക്കാമെന്ന്. പുള്ളിക്കാരൻ പറഞ്ഞു കോഫി കുടിച്ചില്ലെങ്കിലും നിനക്ക് വേണമെങ്കിൽ ഇവിടെ വെറുതെ വന്നിരിക്കാം. This chair, 350 years old. This one. It was in a yacht, in a cruiser, and then in a Jewish villa. Jewish villa. This one is Singer company. All Germany. Yeah. ജർമ്മൻ ഇതാണ് കേട്ടോ നമ്മുടെ തയ്യൽ മെഷീനാണ്. ഈ കാണുന്നത് പണ്ടത്തെ ഒരു ജൂയിഷ് വീട്ടിൽ നിന്ന് അവർ എടുത്തതാണ്. കണ്ടോ, ഒരു ജൂയിഷ് കസേരയാണ് കേട്ടോ അന്നത്തെ
ഇതെന്ത് പ്രതിദാനം ചെയ്യുന്നതെന്നൊന്നും എനിക്കറിയില്ല. ഒരു 300 വർഷം പഴക്കമുള്ള എന്തോ ഒരു ഇതാണ്. നൈസ് പ്ലേസ്. And this is an antique store. Antique store. And in the meantime, coffee shop. So this table will be here next year, a different design because different pieces. They will buy it, we bring things, we sell it, and like that. മറ്റൊരു ഗേറ്റിൽ ഇവിടെ നമ്മൾ നേരെ വന്നത് നമ്മുടെ ഇബ്നു ബത്തൂത്ത മ്യൂസിയത്തിൻ്റെ ഭാഗത്തോട്ടാണ്. ഇവിടെ എല്ലായിടത്തും ഇതുപോലെ കോഫി ഷോപ്പുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ. കോഫി ഷോപ്പുകൾ. ഈ കാണുന്നതാണ് നമ്മുടെ ഇബ്നു ബത്തൂത്തയുടെ സ്ഥലം, അതായത് മ്യൂസിയം. മൊറോക്കോക്കാർക്ക് 200 രൂപ, മൊറോക്കൻ റെസിഡൻസ് ആയിട്ടുള്ള കുട്ടികൾക്ക് 10, അതേസമയം എനിക്ക് വരുന്നത് 500 രൂപ അടുപ്പിച്ച് വരും കേട്ടോ. 500 രൂപയില്ല, 450 രൂപയാണ്. ഈ കാണുന്ന ഉള്ളിലോട്ടാണ് നമ്മൾ ടിക്കറ്റ് എടുത്ത് കയറേണ്ടത്. പിന്നെ അതിൻ്റെ അങ്ങോട്ടൊക്കെ ഉണ്ട്. ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ഇബ്നു ബത്തൂത്ത. ഇബ്നു ബത്തൂത്ത. ഓക്കെ, പുള്ളിക്കാരൻ്റെ വീഡിയോയിൽ കാണിക്കേണ്ടതാണ്. ഞാൻ ഓൾറെഡി പുള്ളിക്കാരൻ്റെ അടുത്ത് പറഞ്ഞു. ഓക്കെ, മാസറാമ ശുക്രാൻ. ഞാൻ പുള്ളിക്കാരൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ എൻ്റെ കേരളത്തിലെ ഇബ്നു ബത്തൂത്തയാണ്, ഇത് നിങ്ങളുടെ ഇവിടുത്തെ ഇബ്നു ബത്തൂത്തയാണെന്ന്. ഇനി ഞാൻ നമ്മുടെ ഇബ്നു ബത്തൂത്തയുടെ ഖബർസ്ഥാനിലോട്ട് ഞാൻ പോവാണ്. ഈ കാണുന്നത് ഇവരുടെ പരമ്പരാഗതമായിട്ടുള്ള ഒരു ഡോറാണ്. ഇങ്ങനെ നോക്ക് ചെയ്യാൻ പറ്റുന്ന കണ്ടില്ലേ? നോക്ക് ചെയ്താൽ അവർ വരും. അങ്ങനത്തെ ഒരു സംഭവമാണ് കേട്ടോ. ടക്ക് 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 ടക്ക്. ഇത് കണ്ടിട്ട് നമ്മുടെ ജയ്സൽമേറിലുള്ള ഇടവഴി പോലെ ഉണ്ട് കേട്ടോ ചില ഭാഗങ്ങളൊക്കെ. അടിപൊളി കേട്ടോ. വേറെ ലെവല് സ്ഥലമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇവിടെ കുറേ ചെറിയ ചെറിയ കടകളാണ്, പെട്ടിക്കടകൾ പോലെ. ഇവിടെ സാധാരണ ആളുകൾ താമസിക്കുന്ന ഒരു ഇടം കൂടിയാണ്. അതുകൊണ്ടാണ് നമുക്കിതുപോലെ തുണികളൊക്കെ തൂക്കിയിട്ടേക്കുന്ന കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നമ്മുടെ ഷെഫ് ഷഫോൺ എന്ന് പറയുന്ന വേറൊരു നഗരമുണ്ട്. അവിടെയും നമുക്കിതുപോലെ കൂടുതൽ ഈ വൈറ്റും നീലയും കളർ പെയിൻ്റ് അടിച്ച കുറേ സ്ട്രീറ്റുകൾ കാണാൻ സാധിക്കും. ഈ കാണുന്നത് നമ്മുടെ പഴയ സിറ്റി ഭാഗമാണ്, ഓൾഡ് മദീന. നമ്മൾ അങ്ങോട്ടാണ് കേട്ടോ ഇനി നടന്നു പോകുന്നത്. പട്ടി അടിപൊളി കേട്ടോ. ഇവിടെ ഫുള്ള് കുന്നും കയറ്റവും ഇറക്കമൊക്കെയാണ് കേട്ടോ. ഈ കാണുന്ന ഒരു നഗരം ഫുള്ള് ഇറക്കവും ഫുള്ള് കയറ്റമൊക്കെയാണ് ഓരോ ഭാഗത്തും നമുക്ക് കാണാൻ. കൊച്ചു പയ്യൻ നമ്മളെ കൊണ്ടുപോവാണല്ലോ വഴി ചോദിച്ചപ്പോൾ. പോകാം കേട്ടോ. അവന് വേണ്ടാന്ന് പറഞ്ഞിട്ടും അവൻ എന്നെ ഇവിടം വരെ കൊണ്ടുവന്നു. ഈ കാണുന്നതാണ് നമ്മുടെ ലോകത്തിലെ മഹാത്മനായിട്ടുള്ള ലോക വിശ്വസഞ്ചാരി ഇബ്നു ബത്തൂത്തയുടെ ഖബർസ്ഥാന്. അദ്ദേഹം യാത്ര ചെയ്ത വഴികളൊക്കെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതിൻ്റെ ഒരു ചെറിയൊരു ഹിസ്റ്ററി ഇംഗ്ലീഷിലും ഫ്രഞ്ചിലും അറബിക്കിലും നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം ആദ്യ സമയത്ത് നമ്മുടെ ടാഞ്ചറിൽ നിന്ന് ഈ ഒരു നോർത്തേൺ ഭാഗത്തിലൂടെ നമ്മുടെ മക്കയിൽ പോയി, പിന്നെ ഇതിലേക്കൂടെ മക്കയിൽ പോയിട്ട് യാത്ര ചെയ്തിട്ട് പിന്നീട് അദ്ദേഹം ഏഷ്യൻ കോണ്ടിനെൻറ്റ്, സെൻട്രൽ ഏഷ്യ, യൂറോപ്പിൻ്റെ ഭാഗങ്ങൾ, അതിലേക്കൂടെ നമ്മുടെ ചൈന, ഡൽഹി, പിന്നെ കേരളം, കാലിക്കറ്റ് കണ്ടില്ലേ. നമ്മുടെ കോഴിക്കോടാണ് ഇവിടെ ഭയങ്കര പ്രധാനമായിട്ട് എഴുതി വെച്ചിട്ടുള്ള ഒരു സ്ഥലം. പിന്നെ അദ്ദേഹം സൊമാലിയയിലെ മൊഗഡീഷുവിൽ, സാൻസിബാർ, താൻസാനിയയുടെ ഭാഗത്തൊക്കെ പോയിരുന്നു. പിന്നീട് അദ്ദേഹം മാലിയിൽ പോയി. ഇതാണ് കേട്ടോ അദ്ദേഹത്തിൻ്റെ ഖബർസ്ഥാനിയാണ്. പക്ഷേ ഇത് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. പുള്ളിക്കാരൻ തുറക്കുമോ നോക്കട്ടെ. ഞാൻ അടിച്ചിട്ടുണ്ട്. സലാമലൈക്കും. أنا بس الحمد لله الحمد لله زول الحذاء ഖബർ. ഇതിൻ്റെ താഴെയാണ് ഖബർ, മുകള് വെറുതെ വെച്ചിരിക്കുന്നതെന്നാണ് അവർ പറഞ്ഞത്. ഇങ്ങനെ പൊക്കത്തിലൊന്നും ആക്കിയിട്ടില്ല. അത് ചെറുതെ ഒരു വുഡൻ ബോക്സാണ്. ഇദ്ദേഹമാണ് കേട്ടോ ഇവിടെ കൈകാര്യമൊക്കെ ചെയ്യുന്നത്. അദ്ദേഹം ഇവിടെ തന്നെ താമസിക്കുന്നുണ്ട്. ചെറിയ പള്ളിയുടെ ഇതാണല്ലോ. അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ. ഞാനിവിടെ ഇന്ന് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഗ്രേവിൽ വന്നിട്ട്, ആദ്യമായിട്ടല്ല പല ഗ്രേവുകളും വന്നിട്ടുണ്ട്. അങ്ങനെ മതപരമായിട്ട് പ്രസിദ്ധമല്ലാത്ത ഒരാളുടെ ഗ്രേവിൽ വന്നിട്ട് ഇങ്ങനെ ഫാത്തിയും യാസീനൊക്കെ ഓതിനാണ്. ഇബ്നു ബത്തൂത്ത എന്ന് പറയുന്ന വിശ്വസഞ്ചാരിയുടെ കഥ നമുക്ക് കേൾക്കാം. ആദ്യം തന്നെ ഇബ്നു ബത്തൂത്തയുടെ ഫുൾ പേര് നമുക്ക് കാണാം. വലിയൊരു പേരാണ്, കാണാതെ പഠിച്ചു വെച്ചിട്ടില്ല.
അബു അബ്ദുള്ള, മുഹമ്മദ് ഇബിന് അബ്ദുള്ള, ഇബിന് മുഹമ്മദ്, ഇബിന് ഇബ്രാഹിം അലുവാത്തി അത്തഞ്ചി ഇബിന് ബത്തൂത്ത. ഇതാണ് ഇബിന് ബത്തൂത്തയുടെ യഥാർത്ഥ പേര്. ഇബിന് ബത്തൂത്ത ചാഞ്ചീർ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത് 1304 ഫെബ്രുവരി 24-ാം തീയതിയാണ് ജനനം കൊണ്ടത്. എന്നിട്ട് അദ്ദേഹം 21-ാം വയസ്സിൽ മക്കയിൽ പോകാനായിട്ടുള്ള ആദ്യ ലോകയാത്ര ആരംഭിച്ചു. പിൽഗ്രിമേജ് ആയിട്ട് മതത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ യാത്ര കുതിരകളിലും കാൽനടയായിട്ടും കഴുതകളിലും ഒട്ടകത്തിലെ കൂടെയായിട്ട് മക്ക വരെയാണ് ആദ്യമായിട്ട് ചെന്നത്. പിന്നീട് നീണ്ട 29 വർഷത്തെ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ തിരിച്ചു വരാത്ത യാത്രയാണ് ആളുകളെ, ലോകത്തെ എല്ലായിടത്തുള്ള ആളുകളെയും അമ്പരപ്പെടുത്തിയത്. ഇബ്നു ബത്തൂത്ത ചരിത്രത്തിലെ മഹാനായ യാത്രികൻ. ഇബ്നു ബത്തൂത്ത മൊറോക്കോയിലെ ടാഞ്ചിയറിൽ 1304 ജനിച്ച മഹാനായ ഒരു മുസ്ലിം യാത്രികനാണ്. ഇദ്ദേഹത്തിൻ്റെ മുഴുവൻ പേരായ അബു അബ്ദുള്ള മുഹമ്മദ് ഇബിനു ബത്തൂത്ത ചരിത്രത്തിലെ ഏറ്റവും വിഖ്യാതമായ യാത്രകളിലൊന്നിനാണ് നേതൃത്വം നൽകിയത്. തൻ്റെ ജീവിതകാലത്ത് ഏകദേശം 75,000 മൈൽ ദൂരം അദ്ദേഹം പര്യടനം നടത്തി. ആഫ്രിക്ക, മധ്യ ഏഷ്യ, യൂറോപ്പ് തുടങ്ങിയ നിരവധി പ്രദേശങ്ങൾ അദ്ദേഹം സന്ദർശിച്ചു. അദ്ദേഹത്തിൻ്റെ യാത്രകൾ മാർക്കോ പോളോയുടെ യാത്രകളേക്കാൾ വിപുലമായിരുന്നു. ഇബ്നു ബത്തൂത്ത ഒരു വ്യത്യസ്ത യാത്രികനായിരുന്നു. അദ്ദേഹം ലോകം കണ്ടറിയുക മാത്രമല്ല, വിവിധ രാജ്യങ്ങളിൽ താമസിക്കുകയും തൊഴിൽ ചെയ്യുകയും ചെയ്തിരുന്നു. ഇബ്നു ബത്തൂത്ത ഒരു ബർബർ മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു. അദ്ദേഹത്തിൻ്റെ കുടുംബം നിയമ വിദ്യാഭ്യാസത്തിൽ പ്രാവീണ്യം നേടിയവരായിരുന്നു. 1325 21-ാം വയസ്സിൽ ഇബ്നു ബത്തൂത്ത തൻ്റെ ജന്മനാടായ ടാഞ്ചിയർ വിട്ടു. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം മക്കയിലെ ഹജ്ജ് തീർത്ഥാടനം നടത്തുകയായിരുന്നു. എന്നാൽ ഹജ്ജ് പൂർത്തിയാക്കിയ അദ്ദേഹം തനിക്ക് പ്രിയമായ യാത്രകളെ തുടരാൻ തീരുമാനിച്ചു. അദ്ദേഹം മക്കയിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങാതെ ലോകത്തെ അനാവൃത്തമാക്കുക എന്നതായിരുന്നു പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇബ്നു ബത്തൂത്ത പിന്നീട് 29 വർഷം മുഴുവൻ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പര്യടനം നടത്തി. വടക്കൻ ആഫ്രിക്ക, മധ്യ ഏഷ്യ, കിഴക്കൻ ആഫ്രിക്ക, ഇന്ത്യ, ചൈന, പശ്ചിമ ആഫ്രിക്ക എന്നിവിടങ്ങളിലേക്ക് ഒക്കെ യാത്ര ചെയ്തു. അവിടങ്ങളിലെ ജീവിച്ചിരുന്ന മനുഷ്യരുടെ ജീവിത രീതികൾ, സംസ്കാരങ്ങൾ, മതവിശ്വാസങ്ങൾ എന്നിവ അദ്ദേഹം കുറിപ്പുകളിലൂടെ രേഖപ്പെടുത്തി. ഇബ്നു ബത്തൂത്ത തൻ്റെ ആദ്യ യാത്രകൾ ആഫ്രിക്കയിലെ അൾജീരിയ, ടുണീഷ്യ, ലിബിയ, ഈജിപ്റ്റ് എന്നിവിടങ്ങളിലേക്കാണ് നടത്തിയത്. അവിടുത്തെ തീരപ്രദേശങ്ങൾ പര്യടനം ചെയ്തു. പിന്നീട് അദ്ദേഹം മധ്യ ഏഷ്യയിലെ പേർഷ്യ, അഫ്ഗാനിസ്ഥാൻ, ഇന്ത്യ എന്നിവിടങ്ങളിലേക്ക് എത്തി. ഇന്ത്യയിൽ അദ്ദേഹം ദില്ലി സുൽത്താനായ മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ കീഴിൽ ജഡ്ജിയായി ജോലി ചെയ്തു. കിഴക്കൻ ആഫ്രിക്കയിലെ സൊമാലിയ, താൻസാനിയ എന്നിവിടങ്ങളിലെ തീരപ്രദേശങ്ങൾ അദ്ദേഹം സന്ദർശിച്ചു. അവിടുത്തെ വ്യവസായങ്ങളും വ്യാപാരവും ചൈനയിലെ ഗോങ്ഷ പോലുള്ള പ്രധാന നഗരങ്ങളിലെ വ്യാപാര കേന്ദ്രങ്ങളെയും സംസ്കാരങ്ങളെയും സഹാറ മരുഭൂമി കടന്ന് മാലി സാമ്രാജ്യത്തിലെത്തി അവിടുത്തെ സംസ്കാരകവും സാമൂഹികരവുമായ ജീവിതവും അദ്ദേഹം വിശദമായി പഠിച്ചു. ഇബ്നു ബത്തൂത്തയുടെ റിഹ്ല എന്ന പുസ്തകം ചരിത്രത്തിലെ ഏറ്റവും വിലപ്പെട്ട യാത്രാ വിവരങ്ങളിൽ ഒന്നായാണ് കണക്കാക്കപ്പെടുന്നത്. അദ്ദേഹം സന്ദർശിച്ച ഓരോ പ്രദേശവും സംസ്കാരപരമായി വ്യത്യസ്തമായിരുന്നു. ഇബ്നു ബത്തൂത്തയുടെ ഏറ്റവും വലിയ സവിശേഷത അദ്ദേഹം സന്ദർശിച്ച പ്രദേശങ്ങളിൽ താമസിക്കുകയും അവിടെ നിയമങ്ങളും ആചാരങ്ങളും അനുസരിച്ച് ജീവിക്കുകയും ചെയ്തതാണ്. അദ്ദേഹം ഇന്ത്യയിൽ ദില്ലി സുൽത്താനായ മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ കീഴിൽ ജോലി ചെയ്തതും അതിന് തെളിവാണ്. ഇബ്നു ബത്തൂത്തയും കേരളവുമായി ചരിത്രപരമായ വലിയൊരു ബന്ധം കാണാൻ കഴിയും. ഇബ്നു ബത്തൂത്ത ഇന്ത്യയിലെ കേരളത്തോട് പ്രത്യേക ബന്ധം പുലർത്തിയ യാത്രക്കാരനാണ്. 1325 മുതൽ 1341 വരെ കേരളത്തിലെ പല സ്ഥലങ്ങളിലും അദ്ദേഹം സന്ദർശിച്ചു. ഇബ്നു ബത്തൂത്തയുടെ റിഹ്ല എന്ന പുസ്തകത്തിൽ കേരളത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ 14-ാം നൂറ്റാണ്ടിലെ കേരളത്തിൻ്റെ രാഷ്ട്രീയ, സാമ്പത്തിക, സാംസ്കാരിക ജീവിതത്തെക്കുറിച്ച് വളരെയധികം വെളിപ്പെടുത്തുന്നു. കേരളത്തിലെ വാണിജ്യ കേന്ദ്രങ്ങൾ, പ്രാദേശിക ഭരണാധികാരികൾ, മതചിന്തകൾ, പൊതുജീവിതം എന്നിവയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ രേഖകൾ ചരിത്രപരമായി ഏറെ പ്രാധാന്യമുള്ളവയാണ്. ഇബ്നു ബത്തൂത്ത കേരളത്തിലെ കോഴിക്കോട്, കൊല്ലം, പൊന്നാനി തുടങ്ങിയ വാണിജ്യ പ്രധാന സ്ഥലങ്ങൾ സന്ദർശിച്ചിരുന്നു. അദ്ദേഹം ഇന്ത്യയിലേക്ക് മലബാർ തീരം വഴി കടന്നു വന്നു. മലബാർ തീരം അന്നത്തെ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ വ്യാപാരത്തിൻ്റെ പ്രധാന കേന്ദ്രമായിരുന്നു. അറബിക്കാരും മുസ്ലിം വ്യാപാരികളും ഈ തീരങ്ങളിൽ വ്യാപാരത്തിൽ സജീവമായിരുന്നു. കേരളത്തിലെ കുരുമുളകും ഏലക്കായുമായുള്ള സമ്പന്നമായിട്ടുള്ള മസാല വ്യാപാരവും പ്രാദേശിക ഭരണാധികാരികളുടെ ശക്തിയും ഇബ്നു ബത്തൂത്ത തൻ്റെ പുസ്തകത്തിൽ വിവരിച്ചു. ഇബ്നു ബത്തൂത്ത 1341 ആദ്യമായി കേരളം സന്ദർശിച്ചു. ഇബ്നു ബത്തൂത്ത കോഴിക്കോട് സാമൂതിരിയെ വളരെ ശക്തമായ ഒരു പ്രാദേശിക ഭരണാധികാരി ആയി ചിത്രീകരിച്ചു.
സാമൂതിരി മലബാർ തീരത്തെ മുഴുവൻ വ്യാപാരത്തിനും പരിരക്ഷ നൽകി. കടൽ കച്ചവടത്തിന് സംരക്ഷണം നൽകുന്നതിനായി സാമൂതിരിക്ക് ഒരു കപ്പൽ പട ഉണ്ടായിരുന്നുവെന്നും ഇബ്നു ബത്തൂത്ത രേഖപ്പെടുത്തുന്നു. ഇബ്നു ബത്തൂത്ത തൻ്റെ യാത്രകളിൽ മലബാർ തീരത്ത് കടൽ കൊള്ളയ്ക്ക് ഇരയായി. അദ്ദേഹം ഇല്യാസ് എന്ന പ്രമുഖ കടൽ മോഷണ നേതാവിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഈ മോഷ്ടാക്കൾ അറബിയും ചൈനീസും കൊണ്ടുവരുന്ന വിലയേറിയ സാധനങ്ങൾ ടാർഗറ്റ് ചെയ്ത് കപ്പലുകൾ ആക്രമിക്കുമായിരുന്നു. ഇബ്നു ബത്തൂത്ത കേരളത്തെ ഒരു മതസൗഹാർദ്ദ പ്രദേശമായി ചിത്രീകരിക്കുന്നു. ഇവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രൈസ്തവരും സമാധാനത്തോടെ സഹവസിക്കുന്നുണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം എഴുതിയത്. പ്രാദേശിക ഭരണാധികാരികൾ അതിഥികളോട് വളരെ ആതിഥ്യം പുലർത്തുന്നവരായും ന്യായവ്യവസ്ഥ ശക്തമായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു. ഇബ്നു ബത്തൂത്ത മലബാർ തീരത്തെ മുസ്ലിം സമൂഹത്തെക്കുറിച്ച് വിശദമായി രേഖപ്പെടുത്തുന്നു. അറബ് വംശജരായ മുസ്ലിം വ്യാപാരികൾ കേരളത്തിൽ വ്യാപാരത്തിനായി താമസിച്ചിരുന്നതായും പ്രാദേശിക ഭരണാധികാരിയുമായിട്ടുള്ള ബന്ധം ശക്തമായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു. കോഴിക്കോട്ടെ മുസ്ലിം സമൂഹം ഇസ്ലാമിക ലോകവും കേരളവും തമ്മിലുള്ള വ്യാപാരത്തിൽ അടിസ്ഥാനപരമായ പങ്ക് വഹിച്ചിരുന്നു. ചൈനയിലെ യാത്രകൾ കഴിഞ്ഞ് മടങ്ങുമ്പോഴും ഇബ്നു ബത്തൂത്ത മലബാർ തീരത്ത് വീണ്ടും എത്തി. ഈ സന്ദർശനത്തിന് സമയത്ത് അദ്ദേഹം പ്രാദേശിക രാഷ്ട്രീയ മാറ്റങ്ങൾ കാണുകയും ചൈനീസ് വ്യാപാരത്തിൻ്റെ പ്രാധാന്യം കൂടി വരുന്നുവെന്ന് കാണുകയും ചെയ്തിരുന്നു. 1354 തൻ്റെ ദീർഘകാല യാത്രകൾ അവസാനിപ്പിച്ച് ഇബ്നു ബത്തൂത്ത മൊറോക്കയിലേക്ക് മടങ്ങിയെത്തിയ ശേഷം അദ്ദേഹം തൻ്റെ യാത്രകൾ റിഹില എന്ന ഒരു പേരിൽ പുസ്തകമായി രേഖപ്പെടുത്തി. റിഹില എന്നത് മധ്യകാല ലോകത്തിൻ്റെ സംസ്കാരങ്ങളെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട ഒരു യാത്രാവിവരണമാണ്. ഇബ്നു ബത്തൂത്തയുടെ ഈ ഗ്രന്ഥം 14-ാം നൂറ്റാണ്ടിലെ ഇസ്ലാമിക ലോകത്തിൻ്റെ രാഷ്ട്രീയവും സാംസ്കാരികവും സാമ്പത്തികവും വ്യവസ്ഥകളെക്കുറിച്ചുള്ള ധാരാളം വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. ഇബ്നു ബത്തൂത്തയുടെ യാത്രകൾ ഇന്ന് വരെ ലോകത്തെ പല യാത്രക്കാരെയും ചരിത്രകാരന്മാരെയും പ്രചോദിപ്പിക്കുന്നു. ഇന്ത്യ, ചൈന, മാലി തുടങ്ങിയ ആഫ്രിക്കയിലെ നിരവധി രാജ്യങ്ങൾ 14-ാം നൂറ്റാണ്ടിലെ ജീവിതം സംബന്ധിച്ചിട്ടുള്ള വളരെയധികം വിവരങ്ങൾ ഇബ്നു ബത്തൂത്തയുടെ പുസ്തകങ്ങളിൽ നിന്ന് ലഭിക്കുന്നു. മക്കയിലെ ഹജ്ജ് തീർത്ഥാടനം ആരംഭിച്ചൊരു സാധാരണ യുവാവായ ഇബ്നു ബത്തൂത്ത ലോകത്തെ മികച്ച യാത്രക്കാരിൽ ഒരാളായി മാറി. ഇബ്നു ബത്തൂത്ത 1369 അല്ലെങ്കിൽ 1377 ടാഞ്ചിയറിൽ മരിച്ചെന്നാണ് ചരിത്രകാരന്മാരുടെ വിശ്വാസം. മരിക്കുന്നതുവരെ അദ്ദേഹം തൻ്റെ അനുഭവങ്ങൾ ലോകത്തിനോട് പങ്കുവച്ചു. ഇബ്നു ബത്തൂത്തയുടെ നമ്മുടെ ഖബർസ്ഥാനൊക്കെ കണ്ടിട്ട് നമ്മളിപ്പോൾ നേരെ വന്നിരിക്കുന്നത് ഇവിടുത്തെ പോർട്ടിലോട്ടുള്ള ഒരു വ്യൂ നമുക്ക് ആകാശത്ത് നിന്ന് കാണാൻ വേണ്ടിയാണ്. ഇവിടെ വരുന്ന വഴിയിൽ തന്നെ കുറച്ച് ആൾക്കാർ 1.5 യൂറോയ്ക്ക് കുറേ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. അടിപൊളി കേട്ടോ. ഇവിടെ നമുക്ക് ഇരുന്നിട്ട് ഇവിടെ നിന്ന് നമുക്ക് ഇവിടുത്തെ പോർട്ടിൻ്റെ വ്യൂ ആകാശ ദൃശ്യമായിട്ട് കാണാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. അതിമനോഹരം. നമ്മളിപ്പോൾ നമ്മുടെ സ്ട്രൈറ്റ് ഓഫ് ജിബ്രാൾട്ടർ ജിബ്രാൾട്ടർ കുഴയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജിബ്രാൾട്ടർ കടലിടുക്കിന് മുന്നിലായിട്ടാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ സ്ട്രൈറ്റ് ഓഫ് ജിബ്രാൾട്ടർ. അതിൻ്റെ നേരെയായിട്ട് നമ്മൾ കാണുന്നതാണ് നമ്മുടെ അങ്ങോട്ടാണ് കേട്ടോ നമുക്ക് പോകേണ്ടത്. അങ്ങോട്ട് പോകുന്നത് നമ്മുടെ മെഡിറ്ററേനിയൻ കടൽ തീരമെത്തും. ഈ കാണുന്നത് നമ്മുടെ ഇവിടുത്തെ ഒരു പോർട്ടാണ്. ചെറിയ ചെറിയ വഞ്ചികളും മീൻ പിടിക്കുന്ന ബോട്ടുകളൊക്കെയാണ് നമുക്കിവിടെ ആയിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ അവിടെ മീൻ പിടിക്കാൻ വേണ്ടിയുള്ള വലകളൊക്കെ വെച്ചിരിക്കുന്ന കാഴ്ച ആ ഒരു ഭാഗത്തോട്ട് നമ്മുടെ കോർണിഷ് ഏരിയ ആണ്. നമ്മുടെ അങ്ങ് അമേരിക്കയിൽ നിന്ന് വരുന്ന കപ്പൽ നമ്മുടെ യൂറോപ്പിലോട്ടും നമ്മുടെ മിഡിൽ ഈസ്റ്റ്, നമ്മുടെ പശ്ചിമേഷ്യയിലൊക്കെ പോകാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു വഴി കൂടിയാണ് കേട്ടോ ഈ കാണുന്നത്. താഴ്ഭാഗത്തായിട്ട് കുറേ ആളുകൾ, കുറേ കുട്ടികളൊക്കെ ഫുട്ബോൾ കളിക്കുന്ന രംഗങ്ങൾ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മാത്രമല്ല ഇവിടെ ഒരാൾ നിന്ന് നമ്മുടെ പക്ഷികൾക്ക് തീറ്റ കൊടുക്കുകയാണ് കേട്ടോ. ആ ഒരു ഭാഗത്തുനിന്ന് ഈ കാഴ്ച കാണാൻ വേണ്ടി മാത്രം പല ആളുകളും ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അതിമനോഹരമായിട്ടുള്ളൊരു ഇതാണ് കേട്ടോ ഈ കാണുന്നത്. ദരിജ ഭാഷയിൽ കഷിയ എന്ന് പറയുന്ന ഒരു മൊറോക്കൻ ക്യാപ്പാണ്. ഇവിടെ കപ്പിൾസിനൊക്കെ വന്ന് ചിത്രം എടുക്കാൻ വേണ്ടി ഒരാൾ ബിസിനസ്സായിട്ട് ഇവിടെ ഇട്ട് വെച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ്. ഇതുപോലെ നമുക്കിങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുവാണ് ഈ ഒരു കോസ്റ്റൽ ഭാഗം. ഇവിടെ കുറേ സ്ഥലങ്ങളൊക്കെ നമ്മുടെ ഒരു കോഫി ഷോപ്പൊക്കെ ആക്കി മാറ്റി വെച്ചിരിക്കുകയാണ്. ഇവിടെ കൊച്ചുകുട്ടികൾ എന്തൊക്കെയായിട്ട് വിൽക്കുവാണ് കേട്ടോ. ഒരു ജൂയിഷ് സെമൻട്രിയൊക്കെ ഉണ്ട്, പക്ഷേ ഇവിടെ കയറ്റുന്നില്ല കേട്ടോ. ഹിബ്രു ഭാഷയിലും ഇംഗ്ലീഷിലും അറബിയിലുമാണ്, ഫ്രഞ്ചിലും അറബിയിലുമാണ് എഴുതി വെച്ചിരിക്കുന്നത്, പക്ഷേ നമ്മളെ കയറ്റുന്നില്ല. ജുമാണോ ഇവരിത് ക്ലോസ് എന്നാണ് പറയുന്നത്. അവിടെ നമ്മുടെ വാഴയൊക്കെ കാണാം. ഞാൻ ജൂതനാണെന്ന്
ഞാൻ ജൂതനാണെന്ന് കള്ളമൊക്കെ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. ഇന്ന് നമ്മുടെ ഷബാത്ത് ദിനമായതുകൊണ്ടാണ് ഇത് നമ്മുടെ ക്ലോസ്. അതായത് ഷബാത്ത് എന്ന് പറയുമ്പോൾ വെള്ളിയാഴ്ച വൈകുന്നേരം സൺസെറ്റ് മുതൽ ശനിയാഴ്ച സൺസെറ്റ് വരെ ഇവർ വർക്ക് ചെയ്യില്ല. അപ്പോൾ ഇവരുടെ സ്ഥലങ്ങളെല്ലാം ക്ലോസ് ചെയ്തിട്ടേക്കും. അതുകൊണ്ടാണ് കേട്ടോ ഇത് ക്ലോസ്. നമ്മളങ്ങനെ അവസാനം സിറിയൻ മോസ്കിൻ്റെ ഭാഗത്തോട്ട് വന്നിട്ട് നമ്മൾ ടാക്സി കയറി വീട്ടിലോട്ട് പോകാൻ വേണ്ടി പോവുകയാണ്. ഈ ടാക്സി ഫുള്ളായി. അടുത്ത ടാക്സി നമ്മളിവിടെ റൂമിലോട്ട് വന്നിട്ടുണ്ട്. റൂമിലോട്ട് വന്നപ്പോൾ ഹായ് ബ്രോ, ഹൗ ആർ യു? Hi, thank you. I'm good. Mehdi. ഇത് നമ്മുടെ മെഹദി ബ്രോയാണ്. മെഹദി ബ്രോയുടെ സ്പെഷ്യൽ ടീ ചായ്. പിന്നെ ഇതിൻ്റെ ഇവിടെ നമ്മൾ ഇവരുടെ പ്രാദേശികമായിട്ടുള്ള പ്രധാനമായിട്ടുള്ള തജിൻ ഉണ്ടാക്കുന്ന തിരക്ക് തുടങ്ങിയിട്ടുണ്ട്. അതിൽ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ സവാള കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ പച്ചക്കറികൾ കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അവിടെ എന്തോ ഒരു സോസ് ഉണ്ട്. പിന്നെ അതാണ്ട് ഇവിടെ മത്തി മീനാണെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ മത്തിയാണെന്ന് തോന്നുന്നു. മീനിൻ്റെ തജിനാണ് കേട്ടോ ഇവിടെ ഉണ്ടാക്കുന്നത്. മൊറോക്കൻ തജിൻ. യെസ്. വിത്ത് ഷെഫ് അഷ്റഫ് ഷെഫ്. So let's get started. Yeah, let's go. The first step that we നമ്മൾ ബ്രിഞ്ചാളുണ്ട്. put it on the tajin. തജിയിൽ നമ്മൾ ബ്രിഞ്ചാളിങ്ങനെ അടുക്കി വെക്കും കേട്ടോ. കൊള്ളാലോ. Yes, exactly. So this is the first step. ഓണിയൻ ഇട്ടു. അവിടെ ചെറിയ രീതിയിൽ നമ്മുടെ ക്യാരറ്റ് കട്ട് ചെയ്തിട്ടു. ക്യാരറ്റിൻ്റെ മുകളിൽ നമ്മുടെ മീൻ മത്തിയോ ചാളയോ എന്തൊക്കെയാണ് ആ മീൻ ഇതുപോലെ അടുക്കി സർക്കിളായിട്ട് ഇങ്ങനെ അടുക്കി വെക്കുന്ന കാഴ്ചയാണ് കേട്ടോ നമ്മൾ കാണാൻ സാധിക്കുന്നത്. എല്ലാം സർക്കിളായിട്ട് വെക്കുന്നതാണ് ഇതിൻ്റെ വേറൊരു ഇത്. സാധാരണ ചില തജിലെന്ന് പറയുമ്പോൾ പൊട്ടാറ്റോ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ വെക്കുന്നത് നമുക്ക് കാണാം. And we finish it now. After that, the first step that we add the sauce. Wow. Spicy sauce? Yeah, spicy sauce. നല്ല എരിവുള്ള സോസാണ്. ഇനി ലേശം ഉപ്പ് സോസിൻ്റെ മുകളിലൂടെ. Even salt, I wouldn't know how much I need to put. ഇവിടെ തക്കാളിയാണ് അടുത്ത അതിൻ്റെ മുകളിലൂടെ അരിഞ്ഞിടുന്നത്. ഓൾമോസ്റ്റ് പഴുത്ത രീതിയിലുള്ള തക്കാളിയാണ്. Wow, it looks so nice, bro. How do you say bon appetit in Bon appetit. ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുക. Okay, later I'm gonna say it when we Try, come on. One more time. ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുക. Bashram atsam atsukaberi kiwa. So now we put the potatoes. Okay. We cut it on circle pieces. like this. ഇനിയാണ് നമ്മുടെ പൊത്താത്തോയാണ് ഇവർ ഏറ്റവും മുകളിൽ വെക്കുന്നതെന്ന് തോന്നുന്നു കേട്ടോ. എല്ലാ തജിലും പൊത്താത്തോ കൊണ്ടുള്ള കളിയാണ്. യെസ്. അങ്ങനെ നമ്മുടെ തജിൻ ഓൾമോസ്റ്റ് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി മുളകുണ്ടോ? ചില്ലി നെരിഞ്ഞ് ചാവും കേട്ടോ. ഇങ്ങനെയാണ് കേട്ടോ. കൊള്ളാം കേട്ടോ സംഭവം. നല്ല കളർഫുള്ളാണ് കേട്ടോ. ഇതിനെക്കാട്ടി ഏറ്റവും കളർഫുള്ളായിട്ടുള്ള വേറൊരു ഇതാണ് ഇവരുടെ പ്രധാന ഭക്ഷണം കുസ്കുസ്. പക്ഷെ കുസ്കുസ് ഇവർ വെള്ളിയാഴ്ച ദിവസങ്ങളിലൊക്കെ മാത്രമേ അതിൽ ഉണ്ടാക്കാറുള്ളൂ. വാവ്. ബാക്കിയുള്ള ചട്ടിലി ഇനി മുകളിലൂടെ ഒന്നുകൂടെ വീഴ്ത്തിയിട്ട് അടച്ച് വയ്ക്കും. ചെറിയ ചൂടിൽ ഇവരിനി 1 മണിക്കൂർ വരെ ഇത് അടച്ചു വയ്ക്കും. അതിൻ്റെ മുകളിലൂടെ കുറച്ച് നാരങ്ങയും കൂടെ ഇവർ നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടി നാരങ്ങയും കൂടെ ഇങ്ങനെ കട്ട് ചെയ്ത് അതിൻ്റെ ഇടയ്ക്ക് വയ്ക്കും. ക്ലേ. അങ്ങനെ നമ്മുടെ തജിൻ ഇവിടെ ക്ലോസ് ചെയ്യുവാണ്. ഗാർലിക്. അതിന് മുമ്പ് നമ്മൾ കുറച്ച് ഗാർലിക് കൂടെ അതിൻ്റെ മുകളിൽ ഇടുവാണ്. അങ്ങനെ നമ്മുടെ
നല്ല കളർഫുൾ അല്ലേ? ഭയങ്കര ഈസിയാണ് കേട്ടോ. മടിയന്മാർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഭക്ഷണമാണ് ഇത്. മടിയന്മാരുടെ ഭക്ഷണം തജിൻ. Welcome. Welcome. It will be very delicious. Hopefully, yeah. No, for sure. മടിയന്മാരുടെ ഭക്ഷണമായിട്ടുള്ള തജിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. So we will wait just 45 to 1 hour. Okay. And after that we 45 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ yes. വെയിറ്റിംഗ്. ഓ അടിപൊളി കേട്ടോ. നമ്മുടെ ഫുഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. So the tagine is ready now. തജിൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി കേട്ടോ. ലെവല്. നമ്മളിവിടെ ചട്ടി വഴിച്ച് തീർത്തിട്ടുണ്ട് കേട്ടോ. മീനൊക്കെ കണ്ടോ, മത്തി. അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. അടുത്ത വീഡിയോയിലായിരിക്കും ബാക്കി കാഴ്ചകൾ കാണുന്നത്. ഇന്നത്തെ വീഡിയോ അവസാനിക്കും. അടുത്ത വീഡിയോ കൊണ്ടാണ് എല്ലാവർക്കും ഉണ്ടാകുക.